മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഉപഹാരം. ഈ ന്യൂ ഇയർ ദിനത്തിൽ, പുതുവത്സര ദിനത്തിൽ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രാർത്ഥനാനുഭവത്തിൻ്റെയും നല്ലൊരു വർഷം നേർന്നുകൊള്ളുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ള കുടുംബം, ഏഞ്ചൽസ് ആർമിയിൽ നിന്ന് നമ്മോടൊപ്പമുള്ള കുടുംബം തിരുവനന്തപുരത്തുള്ള ബഹുമാനപ്പെട്ട രജി ചേട്ടൻ്റെ കുടുംബമാണ്. ചേട്ടൻ തന്നെ ഒന്ന് കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് റെജി, എൻ്റെ ഭാര്യ സോഫി. ഞങ്ങൾ 4 മക്കളാണുള്ളത്. ആൽഫി, അന്ന, മൈക്കിൾ, കൊച്ചുമോൻ പീറ്റർ. റേച്ചൻ എന്തെടുക്കുന്നു? ഞാൻ തിരുവനന്തപുരത്ത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. സോഫി ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. രണ്ട് കുടുംബത്തിനും മുഴുവൻ എല്ലാവർക്കും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം. ഇത് നമ്മോടൊപ്പമുള്ള പ്രത്യേക അതിഥി ഒത്തിരി നമ്മളെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ്. ഒരു പക്ഷേ ഞാനത് ഒത്തിരി ഉയർത്തി പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകും. ബഹുമാനപ്പെട്ട ആലിസൂടി ചേച്ചിയാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പേർക്ക് ആലിസൂടി ചേച്ചി പരിചയം കാണും. ചേച്ചി നമ്മുടെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ, നവീകരണ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ വല്യമ്മച്ചി എന്ന് പറയാം. ചേച്ചി തന്നെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ശാലും ഞങ്ങളുടെ പാരിഷിലാണ്. ഇടവകയിലിരിക്കുന്ന. ഓക്കെ. മലബാറിലെ പടത്തുകട ഇടവകയിലാണ് എൻ്റെ കുടുംബ വീട്. ഞാനിപ്പോൾ കളമശ്ശേരിയിൽ താമസിക്കുന്നു. ഏകസ്ഥയാണ്. പ്രത്യേകിച്ച് കോൺവെൻറ്റിലൊന്നും ചേർന്നില്ല. എങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി സഭയിൽ ഒരു പ്രേക്ഷിതയായി ജീവിക്കുന്നു. ജീവിതം വളരെ സന്തോഷകരമാണ്. ആൻറ്റി പാലക്കാട് മേഴ്സി കോളേജിലെ അധ്യാപികയായിരുന്നു. ഇപ്പോൾ റിട്ടയർഡ് ലൈഫ് കർത്താവിനൊപ്പം മനോഹരമായിട്ട് കർത്താവിൻ്റെ മക്കൾക്കൊപ്പം അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ എപ്പോൾ കണ്ടാലും ആൻറ്റി ഹാപ്പിയാണ്. അപ്പോൾ നമുക്കിനി മധുരമൊഴി ഇന്നത്തെ ചെറിയ സംസാരത്തിലേക്ക് വരാം. ഏകദേശം 14 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു ചെറിയ പുസ്തകമുണ്ട്. അത് വായിക്കാൻ ഞാൻ സെമിനാരി ജീവിതത്തിൻ്റെ ആരംഭ ദിശയിലായിരുന്നു ഈ പുസ്തകം വായിച്ചത്. അന്ന് സെമിനാരിയിൽ മസ്റ്റായിട്ട് വായിച്ചിട്ട് പുസ്തകത്തിന് റിവ്യൂ എഴുതണമെന്നൊക്കെ പറഞ്ഞ് റക്ടച്ചന്മാർ വഴക്കിടുമായിരുന്നു. അപ്പോൾ ഞാൻ ലൈബ്രറി കയറിയിട്ട് ഏറ്റവും ചെറിയ പുസ്തകം തപ്പിയെടുത്തപ്പോഴത്തേക്ക് അതൊരു നോവൽ പോലെയൊക്കെ തോന്നി. അതുകൊണ്ടാണ് ആ പുസ്തകം എടുത്തത്. ആ പുസ്തകത്തിൻ്റെ പേര് 16,670 എന്നായിരുന്നു. പുറത്തൊരു മുട്ടത്തലയൊക്കെയുള്ള കണ്ണാടിയൊക്കെ വെച്ചൊരു മനുഷ്യനിരിപ്പുണ്ട്. അപ്പോൾ ഞാനൊക്കെ ഉള്ളത് നോവലാകുന്നിടത്ത് മുറിയിൽ കൊണ്ട് വായിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ വൈകുന്നേരം വായിക്കാൻ വേണ്ടിയിരുന്നു. വായിച്ചു ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ആദ്യം മുഴുവൻ ഒരു പയ്യൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയാണ്. മഹാ തല്ലുകൊള്ളിയായ ഒരു പയ്യൻ. പിന്നീട് പതുക്കെ കഥ പുരോഗമിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് വിശുദ്ധ മാക്സിമിലിയൻ കോൾബയെ പറ്റിയുള്ള പുസ്തകമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഞങ്ങളുടെ സ്വഭാവങ്ങൾ തമ്മിലൊരു സാദൃശ്യം. ബാല്യത്തിൽ എന്നോട് അമ്മച്ചി പറയാറുള്ള സ്ഥിരം ഡയലോഗുകളൊക്കെ അതേ കോൾബേരോട് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്നെയൊക്കെ വളരെ പാടുപെട്ട് നേർച്ച കാഴ്ച വെച്ച് ഉണ്ടായ കുഞ്ഞ് മുടിയനായ പുത്രനായി പോയല്ലോ എന്നൊക്കെ കോൾബേട് പറയുന്നു. അപ്പോൾ കോൾബ സങ്കടപ്പെട്ട് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ പിന്നീട് അവൻ സെമിനാരി ജീവിതത്തിലേക്ക് പോകുന്നു. അങ്ങനെ മനോഹരമായി നിങ്ങൾക്കറിയാമായിരിക്കും മാക്സിമിലിയൻ കോൾബയുടെ ചരിത്രം. പിന്നീട് അവൻ ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ വചനം ഹൃദയത്തിൽ പേർക്കൊണ്ട് മറ്റൊരു സഹോദരന് വേണ്ടി ജീവത്യാഗം ചെയ്ത് ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് രക്തസാക്ഷിയായി തീർന്ന ആളാണ്. അത്രയും ഇൻസ്പയറിംഗ് ആ ജീവിതം. ഞാൻ ഒറ്റയിരിപ്പിന് ഈ പുസ്തകം വായിച്ചു തീർത്തു. പിന്നീട് വരുന്ന തുടർച്ചയായ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും ഈ പുസ്തകം 3-4 പ്രാവശ്യം വായിച്ചു തീർത്തു. അതിൻ്റെ ഒടുക്കം ഒരു രാത്രിയിൽ ഞാൻ ഈ പുസ്തകം വായിച്ച് മടക്കി വെച്ചപ്പോൾ ഞാൻ ചില വാചകങ്ങൾ ഞാൻ ചുമ്മാ ഡയറിയിൽ എഴുതി വെച്ചു. ഒരു വാചകം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അതായിരുന്നു, കോൾബെ പറയുന്നു, ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീനിയസ് ആകാൻ പറ്റത്തില്ല, പക്ഷേ എല്ലാവർക്കും വിശുദ്ധരാവാം. എല്ലാവർക്കും ഈ ഭൂമിയിൽ വിശുദ്ധരാകാം. വിശുദ്ധരെല്ലാം നമ്മളെപ്പോലെ ഭൂമിയിൽ താഴെ വീണവരാണ്, പാപം ചെയ്തവരാണ്. പക്ഷേ അവർ എഴുന്നേറ്റ് നടക്കാനുള്ള ധൈര്യം കാണിച്ചു. ഈ പുസ്തകത്തിൻ്റെ ഒരു വായിച്ചതിൻ്റെ തീഷ്ണതയിലും ഈ ജീവിതം കണ്ട തീഷ്ണതയിലൊക്കെ അന്ന് രാത്രി ഞാനും ഒരു അരണ്ട വെളിച്ചത്തിൽ കുരിശുരൂപത്തിന് താഴെ ഇരുന്നിട്ട് എൻ്റെ ഡയറി കുറിച്ച് വെച്ചു, ഞാനൊരു വിശുദ്ധനാവും. താഴെ ഞാൻ കുറിച്ചു, വിശുദ്ധ ജെറിൻ. വായിച്ചപ്പോൾ നല്ല രസം. ഞാൻ വീണ്ടും ഇംഗ്ലീഷിൽ കൂടി എഴുതി വെച്ചു, സെയിൻറ്റ് ജെറിൻ. എന്നിട്ട് ഞാൻ പതുക്കെ കട്ടിലേക്ക് കയറി കടന്നുകൊണ്ട് ഞാനിങ്ങനെ സ്വപ്നം കണ്ടു, ഞാൻ വിശുദ്ധനായുള്ള മനോഹരമായ അവസ്ഥ. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഈ ന്യൂ ഇയർ ദിനത്തിൽ നമ്മൾ മധുരമൊഴിയിൽ പങ്കുവയ്ക്കുന്ന സ്വപ്നവും, വിശുദ്ധരാവുക. നമ്മളെല്ലാവരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് വിശുദ്ധരാകാൻ വേണ്ടി മാത്രമാണ്. സ്വയം വിശുദ്ധരാവുക, കുടുംബം മുഴുവനായി വിശുദ്ധരാവുക, സമൂഹം മുഴുവൻ വിശുദ്ധരാവുക. പത്രോസ് എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്, നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണ് വിശുദ്ധരുടെ സമൂഹം. അതുകൊണ്ട് ഇന്ന ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം ആ ഒരു ചെറിയ സ്വപ്നം തന്നെയാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. റെജേട്ടൻ യൗവനത്തിലും അല്ലെങ്കിൽ ബാല്യത്തിലും കൗമാരത്തിലൊക്കെ ഈ ഒരു വിശുദ്ധി എന്ന സ്വപ്ന ഹൃദയത്തിൽ പേർ ചെയ്തും അതിനുവേണ്ടി ചെയ്ത കുഞ്ഞു കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പിൻചെല്ലാൻ പറ്റുന്ന കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ഇടുക്കി ജില്ലയിൽ ഒരു വളരെ ഉൾനാടൻ ഗ്രാമത്തിലാണ് ഞാൻ വളർന്നത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ കുടുംബത്തിൽ ചെറുപ്പത്തിൽ വീട്ടിലെ അമ്മ സന്ധ്യാപ്രാർത്ഥന ഭയങ്കര കർക്കശമായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും തന്നെ സന്ധ്യാപ്രാർത്ഥന നമ്മൾ ചൊല്ലുമായിരുന്നു.
ഒരു ദിവസം ഒരു ബൈബിളിൽ ഒരു അധ്യായം വായിച്ചിരിക്കണമെന്ന് നിഷ്കർഷയാണ്. ഞങ്ങൾ കുറച്ച് കരഞ്ഞൊക്കെ നോക്കും ഒഴിവ് കിട്ടുമെന്നുള്ളത്. പക്ഷേ അത് വളരെ കർശനമായിട്ട് നമുക്ക് ബൈബിള് നമുക്ക് ചെറുപ്പത്തിലേ നമ്മൾ വായിക്കാനായിട്ട് സാധിച്ചു. കുറച്ച് ദൂരം നടന്നു വേണം നമുക്ക് ഞായറാഴ്ച പള്ളിയിൽ പോകാനായിട്ട്. പക്ഷേ ഒരിക്കൽ പോലും പള്ളി മുടക്കാനായിട്ട് അമ്മ അനുവദിച്ചിരുന്നില്ല. നമുക്ക് സൺഡേ സ്കൂളും അതുപോലെ തന്നെ നമുക്ക് ആദ്യ കുർബാന 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യ കുർബാന കിട്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് എനിക്ക് വിശുദ്ധി അല്ലെങ്കിൽ എങ്ങനെ നന്മ ചെയ്ത് വളരണം, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നുള്ള തോന്നലുകൾ, നല്ല നല്ല അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ ഗൈഡൻസാണ് തീർച്ചയായിട്ടും എൻ്റെ ബാല്യത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലെ ഒരു കൃത്യതയാണ് ബാല്യത്തിൽ വിശുദ്ധി വളരാൻ സഹായിച്ചത്. പണ്ടൊരിക്കലും ഇങ്ങനെ നമ്മുടെ ഡോൺ ബോസ്കോയുടെ അടുക്കൽ കുഞ്ഞുങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട യുവാക്കളെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധനാണ് ഡോൺ ബോസ്കോ. ഡോൺ ബോസ്കോയിൽ കുറേ ചെറുപ്പക്കാർ വന്നിട്ട് ചോദിച്ചു ഞങ്ങൾക്ക് അങ്ങനെ വിശുദ്ധരാവാം. അപ്പോൾ ഡോൺ ബോസ്കോയുടെ ബോയ്സ് ഹോമിൽ താമസിക്കുന്ന പിള്ളേർ തന്നെ അപ്പോൾ ഡോൺ ബോസ്കോ പറഞ്ഞു വളരെ സിമ്പിളാണ് മക്കളെ, അപ്പുറത്തെ ആ ഭിത്തിയുടെ സൈഡിൽ ഒരു സാധനം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, അത് നോക്കി അങ്ങ് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് വിശുദ്ധരാവാന്ന് പറഞ്ഞു. പിള്ളേർ ആവേശത്തിൽ ഓടിപ്പോയി നോക്കി. അത് അവരുടെ സ്ഥിരം ടൈം ടേബിൾ ആയിരുന്നു. എല്ലാ ദിവസവും ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ ബോയ്സ് ഹോം ചെയ്ത് ടൈം ടേബിൾ. അപ്പോൾ പിള്ളേർ ഇതെങ്ങനെ പാലിച്ച് വിശുദ്ധരാവുന്ന ഇത് കൃത്യതയോടെയും വിശ്വസ്തയോടെയും പാലിച്ചാൽ മാത്രം മതി വിശുദ്ധരാവാം. തിരുസഭ നമുക്ക് വേണ്ടി ഒരുക്കി തന്നേക്കുന്ന ചില ചിട്ടയായ ക്രമങ്ങളാണ് ഇപ്പോൾ റേച്ചേട്ടൻ പറഞ്ഞു തന്നത്. വിശുദ്ധരാവാനുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. അങ്ങനെ സോഭിച്ചേച്ചിയുടെ ബാല്യത്തിൽ തിരിച്ചു പോകാം. ചേച്ചി ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഒത്തിരി പ്രായമൊന്നും ആയല്ലോ ഓർമ്മ ചോദിക്കാൻ വേണ്ടി, എന്നാലും ഓർമ്മയുള്ള കാര്യങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? വിശുദ്ധിയിൽ വളരാനായിട്ട് ബാല്യത്തിലും കൗമാരത്തിലും കോളേജ് സമയത്തൊക്കെ ശ്രമിച്ച കാര്യങ്ങളൊക്കെ. ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ആദ്യ കുർബാനയുടെ അന്ന്, ആദ്യ കുർബാന സ്വീകരിക്കുന്ന ദിവസം അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞതാണ്, നിൻ്റെ ഈ ആദ്യ കുർബാനയുടെ ഉടുപ്പ് സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് ആദ്യ കുർബാനയുടെ എല്ലാ ആനിവേഴ്സറിയിലും ഇതെടുത്ത് നോക്കി ഇതേ വിശുദ്ധിയിൽ നീ വളരുന്നുണ്ടെന്ന് നീ ഉറപ്പാക്കണം. അതൊരു വിശുദ്ധ ത്രേസ്യയുടെ ഒരു ചിട്ടയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉടുപ്പെടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് എല്ലാ വർഷവും ഏപ്രിൽ 12-ാം തീയതി ഞാൻ ഈ ഉടുപ്പെടുത്ത് ആ ഒരു എൻ്റെ ജീവിതത്തിൽ ഈശോ തന്ന ആ ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ ഉടനെ തന്നെ ഓടിച്ചെന്ന് കുമ്പസാരിച്ച് തിരിച്ച് ആ ഒരു വിശുദ്ധിയിലേക്ക് വരാനുള്ളൊരു ശ്രമം നടത്തുമായിരുന്നു. അത് ആ ആദ്യ കുർബാനയുടെ ഉടുപ്പാണ് ഇന്നിപ്പോൾ മോളിട്ടിരിക്കുന്നത്. ഓ, മനോഹരമായിരിക്കുന്നു. എത്ര വർഷമായപ്പോൾ ആദ്യ കുർബാന കഴിഞ്ഞിട്ട്? 92-ലായിരുന്നു. ദൈവമേ, മോളെ ഭയങ്കര പരിശുദ്ധമായ ഒരു ഉടുപ്പും ഒത്തിരി പ്രാർത്ഥന കിട്ടിയ ഉടുപ്പുമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധയാവുന്നതിൽ കുറഞ്ഞ് ഒരു കാര്യം ഇവിടെ സ്വപ്നം പോലും ചിന്തിക്കണ്ട. ഓക്കെ, അപ്പോൾ മനോഹരമായ കുഞ്ഞു ശീലം ഏറ്റവും നമ്മളൊക്കെ ഒരിക്കലും മറന്നു പോകുന്നത്. സാധാരണ വിവാഹത്തെ പറ്റിയൊക്കെ ഓർക്കണമെന്നും വിവാഹത്തിൻ്റെ അന്ന് ചൊല്ലുന്ന പ്രതിജ്ഞകളൊക്കെ വീണ്ടും ഓർക്കണമെന്നൊക്കെ അച്ഛന്മാർ പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ആ വികാരിച്ചനെ തന്നെ ഇപ്പോൾ നമിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ പറഞ്ഞു കൊടുക്കലാണ്. ഈ ചോദ്യം നമുക്ക് ഇങ്ങോട്ട് പിടിക്കാം. ഒത്തിരി കുഞ്ഞുങ്ങളെ വിശുദ്ധരാകാൻ പ്രേരിപ്പിച്ച ഒരാളായിരിക്കും ഉറപ്പായിട്ട് ഒരു ടീച്ചർ എന്ന നിലയിൽ ആലിസുടി ചേച്ചി. ചേച്ചി അങ്ങനെ കുഞ്ഞുങ്ങളെ ഇൻസ്പയർ ചെയ്യിക്കാൻ മാത്രം പറഞ്ഞു കൊടുത്ത കഥകളോ പറഞ്ഞു കൊടുത്ത വിശുദ്ധരോ അല്ലെങ്കിൽ ചേച്ചി തന്നെ ബാല്യത്തിൽ മാതാപിതാക്കൾ പറഞ്ഞു തന്ന കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ഞാൻ 8 മക്കളുള്ള ഒരു കുടുംബത്തിൽ 8-ന് മുമ്പ് 2 പേരെ ഞങ്ങളാരും കാണുന്നതിന് മുമ്പ് സ്വർഗത്തിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് 2 പേരെ അവിടെ പിന്നെയുള്ള 8-ലെ 4-മത്തേതാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അടുത്ത കാലത്തും ഞങ്ങളുടെ ഇടവകയിലെ ഒരാൾ പറയുമായിരുന്നു, ചാക്കോ ചേട്ടൻ ഈ 8 പിള്ളേരെയും പിടിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ ആ സ്റ്റെപ്പൊക്കെ കയറി പോകുന്നതൊക്കെ ഞങ്ങളൊക്കെ ഓർക്കുന്നു. അത്രയും ഞങ്ങൾ സായി അമ്മച്ചിയൊക്കെ സ്വർഗത്തിലെത്തിയിട്ടുണ്ട് ഇപ്പോഴും. അപ്പം ഞങ്ങൾ 8 പേരെയും എല്ലാ ദിവസവും അനുദിനം ദിവ്യ കുർബാനയ്ക്ക് കൊണ്ടുപോവുക, എല്ലാ ദിവസവും കുർബാന കൈക്കൊള്ളുക, സന്ധ്യാപ്രാർത്ഥന, ആ ഒരു ഒന്നിച്ചുള്ള പ്രാർത്ഥനയും ഒന്നിച്ചുള്ള ഭക്ഷണവും. പിന്നെ ഞങ്ങൾ 8 പേരും ഒരു മുറിക്കകത്ത് ഇങ്ങനെ പാവിരിച്ച് അടുക്കിയാ കിടക്കുക. പിന്നെ സാധാരണ അങ്ങേയറ്റത്ത് കിടന്നാൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന ഇങ്ങേയറ്റത്തായിരിക്കും. അങ്ങനെയുള്ള ഒരു ഐക്യവും സ്നേഹവും അത് ചെറുപ്പം മുതൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ ഓർക്കുന്നുണ്ട്. കുഞ്ഞു മിഷനുടെയും പ്രേക്ഷിത കേരളം അന്നൊരു 7 പ്രസിദ്ധീകരണങ്ങൾ അമ്മച്ചി വീട്ടിൽ വരുത്തുന്നതും വിചാരിച്ചും വരുന്നതും എല്ലാം കൊണ്ടുവന്ന് വായിക്കും. അങ്ങനെ ഇതെല്ലാം വായിക്കുകയും അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഒരു മിഷനറി ആകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇത് എത്ര നല്ല കാര്യം. നമ്മുടെ വീട്ടിലൊക്കെ എത്ര ആധ്യാത്മികമായ ഗ്രന്ഥങ്ങൾ വരുത്തുന്നു, അത് കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നു, വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും വിശുദ്ധരാവാനുള്ള സ്വപ്നം ജനിക്കുന്നത് ബാല്യത്തിൽ അവർ കേട്ട് വളരുന്ന വിശുദ്ധരുടെ കഥകളിൽ നിന്നാണല്ലോ. അപ്പോൾ നമ്മുടെ ബാല്യം നമ്മളെല്ലാവരും പറഞ്ഞു വെച്ചു. ഞങ്ങൾ ഈ കോളേജിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് ഞാൻ സ്കൂളിലാണ് പഠിപ്പിച്ചു തുടങ്ങിയത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ
ഈ ഫ്ലോറിനച്ചൻ എഴുതിയ ബൈബിൾ കഥകൾ, അതുപോലെ വിശുദ്ധരുടെ ചരിത്രങ്ങൾ. ക്ലാസ് പോർഷൻ തീർന്നു കഴിഞ്ഞാൽ ഉടനെ ഏതെങ്കിലും ഒരു വിശുദ്ധരുടെ കഥകൾ അല്ലെ ബൈബിൾ കഥകൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ വെള്ളിയാഴ്ച കുട്ടികൾ പറയും, ടീച്ചറെ നാളെ നമുക്ക് സ്പെഷ്യൽ ക്ലാസ് വേണം, 1 അവർ ക്ലാസ് എടുത്തിട്ട് കഥ പറയാൻ വേണ്ടി. അപ്പം ഞാൻ പറയും എല്ലാവരും പഠിച്ചു വരികയാണെങ്കിൽ കഥ പറയാം. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിച്ച് പഠിച്ചു വന്ന് കഥ കേൾക്കാൻ ഇങ്ങനെ ഇറങ്ങി കുത്തിയിരുന്ന് പഴക്കുന്നതൊക്കെ എന്നും ഞാൻ സന്തോഷത്തോടെ ഓർക്കും. എല്ലാ ടീച്ചർമാർക്കും പഠിപ്പിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഉള്ള വലിയൊരു അമ്മച്ചിയുടെ അന്നത്തെ കുട്ടികളിൽ വൈദികരാകാനും സിസ്റ്റേഴ്സ് ആകാനും ഒക്കെ പോയ ധാരാളം പേരുണ്ട്. ഒക്കെ ഒത്തിരി സന്തോഷത്തോടെ ഓർക്കുന്നു. കുഞ്ഞു വാക്കുകളും കുഞ്ഞ് ഇൻസ്പിറേഷൻസ് ഒക്കെ ഒത്തിരി പേരെ വിശുദ്ധി ജീവിക്കാൻ സഹായിച്ചു. ഓക്കെ, നമുക്ക് വീണ്ടും നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാം. കുടുംബത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ദൈവാനുഭവമൊക്കെ നിങ്ങൾ പഠിക്കുന്ന കാലങ്ങളിലോ കോളേജ് സമയങ്ങളിലോ കരിസ്മാറ്റിക് മുന്നേറ്റത്തിലൊക്കെ കിട്ടി. അതിനുശേഷം നിങ്ങൾ ഒരുമിച്ച് ജീവിതം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ പരസ്പരം അറിഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വിശുദ്ധി ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് വിശുദ്ധരാകുക എന്നുള്ള സ്വപ്നം ഡെവലപ്പ് ചെയ്തത്? ഞാൻ എൻ്റെ യൗവനത്തിൽ ഞാൻ ജീസസ് യൂത്ത് മുന്നേറ്റത്തിലൂടെ ഈശോയെ കൂടുതൽ അറിയുവാനായിട്ടും അനുഭവിക്കുവാനായിട്ടും എനിക്ക് സാധിച്ചിട്ടുണ്ട്. സോഫിക്കും അതുപോലെ തന്നെ ഇതേ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സാധിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് നമ്മൾ ഒരു ജീവിതം തുടങ്ങുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ പ്രാർത്ഥനയിലൊരു ജീവിതം തുടങ്ങുവാനാണ് നമ്മൾ ആഗ്രഹിച്ചത്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചത്, ഞങ്ങൾ തമ്മിൽ ഒരിക്കലും പിണങ്ങിയാൽ തന്നെ അത് സോൾവ് ചെയ്തിട്ട് ഞങ്ങൾ അന്ന് ഉറങ്ങാനായിട്ട് പോവുകയുള്ളൂ. തിരുവചനം പറയുന്നത് കോപിക്കാം, പക്ഷേ ഇരുട്ടുന്നതിന് മുമ്പ് ആ പ്രശ്നം അങ്ങ് തീർത്തിരിക്കണമെന്നല്ലേ? ദൈവം അനുഗ്രഹിച്ച് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓർമ്മയിൽ അങ്ങനെ ഞങ്ങൾ പിണങ്ങി കിടന്നായിട്ട് അല്ലെങ്കിൽ പിണങ്ങി ഞങ്ങൾ ഉറങ്ങാൻ പോയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ അത് ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതലും പ്രാർത്ഥിക്കുവാനായിട്ടും കൂടുതലും രമ്യതപ്പെടുവാനായിട്ടും ഇത് ഒരുപാട് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ചെന്ന് കയറിയ ഭവനം എനിക്ക് മാതാവ് ഒരുക്കി തന്നതായിരുന്നു. അമ്മച്ചി, ചാച്ചായിയുടെ അമ്മ വളരെ കരുതലോടുകൂടിയാണ്, ഒത്തിരി കനിവോടുകൂടിയാണ് എന്നോട് പെരുമാറിയിരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് തോന്നുന്നു ഒരു പെൺമക്കളെയും ഒരു അമ്മമാരും നോക്കാത്ത അത്രയും സ്നേഹത്തോടെ ഞാൻ ഡെലിവറിയുടെ സമയത്ത് 4ാമത്തെ കുഞ്ഞിനെ സിസേറിയൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് കട്ടിലിൽ ചില ദിവസം രാവിലെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല. അമ്മച്ചി ഈവൻ എനിക്ക് ഹോർലിക്സ് കലക്കിക്കൊണ്ട് വന്ന് എന്നെ താങ്ങിയെടുത്ത് പൊക്കിയെടുത്ത് എഴുന്നേൽപ്പിച്ച് കുടിപ്പിച്ച ദിവസങ്ങൾ വരെയാണ്. അത്രയും കരുതൽ, ഒത്തിരി കരുതൽ എൻ്റെ വിശുദ്ധി കാരണമാണ്. വന്നു കയറിയ കുടുംബത്തിലെ വിശുദ്ധി കാരണം, അമ്മയിൽ നിന്ന് കണ്ട വിശുദ്ധി, ചാച്ചായിൽ നിന്നാണെങ്കിലും എനിക്ക് സാധാരണ നമ്മൾ ഈ കേൾക്കുന്ന പോലത്തെ ഭർത്താവ് ഭയങ്കര ദേഷ്യപ്പെട്ട് പെരുമാറുന്നു, അങ്ങനെയൊന്നും ദൈവകൃപയാൽ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇവരൊക്കെ ഒത്തിരി കരുണയോടുകൂടിയാണ് എൻ്റെ അടുത്തുള്ളത്. ഇവരിൽ നിന്ന് കിട്ടിയ കരുണയിലൂടെയാണ് കുടുംബത്തിൽ അതുപോലെ തന്നെ സെൻറ്റ് മൈക്കിൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രൊട്ടക്ഷനായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾക്ക് സ്വർഗം ഗിഫ്റ്റ് തന്നതാണ് സെൻറ്റ് മൈക്കിളിൻ്റെ ഇൻ്റർസെഷൻ. സ്വന്തം കുടുംബ പ്രോപ്പർട്ടിയാണല്ലോ, കുടുംബ പ്രോപ്പർട്ടിയാണ് മിഖായേൽ മാലാഖ. 3ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ എനിക്ക് ടെൻഷൻ, ചാച്ചാ ഇനി നമുക്ക് ആൺകുഞ്ഞിനെ കിട്ടുമായിരിക്കില്ലെങ്കിലോ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവന് മൈക്കിളിൻ്റെ പേരിടാം. അങ്ങനെയാണ് ഇവൻ മൈക്കിളായിട്ട് വന്നത്. അപ്പോൾ നമ്മളെല്ലാവരെയും ഓർക്കുന്നുണ്ടായിരിക്കും, എല്ലാവരെയും വിശുദ്ധരാകാൻ പ്രേരിപ്പിച്ചൊരു വലിയ പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഒരാളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മറ്റാരും അല്ല, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ഇതുപോലെ എനിക്ക് 1430 70 പേരെയോ വാഴ്ത്തപ്പെട്ടവരായിട്ടും അത്ര അടുത്ത ആൾക്കാർ വിശുദ്ധരായിട്ടും പ്രഖ്യാപിച്ചിട്ട് കടന്നുപോയ ആളാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. മാർപ്പാപ്പ പറഞ്ഞൊരു വാചകം എൻ്റെ യൗവനത്തിൽ തന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. മാർപ്പാപ്പ പാരീസിൽ യുവജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പാപ്പ പരസ്യമായിട്ട് വിളിച്ച് പറഞ്ഞതാണ്, My dear friends, do not be afraid to be saints, and you are the saints of the 3rd millennium. നിങ്ങൾ വിശുദ്ധരാവാൻ പേടിക്കരുത്, നിങ്ങളാണ് ഈ നൂറ്റാണ്ടിൻ്റെ വിശുദ്ധർ. അപ്പോൾ ഇതെന്നെ എൻ്റെ മനസ്സിൽ വല്ലാണ്ട് ഒത്തിരി കട്ടിക്ക് സ്വാധീനിച്ചായിരുന്നു. ഈ സ്വപ്നം ഞാൻ മനസ്സിൽ കൊണ്ടുവരുന്നത് കുറേ പേർക്ക് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ചോദ്യം തിരിച്ച് ആൻറ്റിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളോ മറ്റുള്ളവർ വിശുദ്ധരാകാൻ പ്രചോദിപ്പിച്ച അനുഭവമോ അല്ല ആൻറ്റിനെ തന്നെ ഇൻസ്പയർ ചെയ്ത ജീവിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാം ന്യൂ ഇയർ ദിനത്തിൽ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും പലരും ഇങ്ങനെ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചേച്ചി ഉള്ളത് കാരണം ഞാനിപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അവരുടെ മക്കളൊക്കെ നല്ല മിടുക്കരായിട്ട് വളരുന്നത് കാണുമ്പോൾ ഞാൻ ചേച്ചി ഇതിനൊക്കെ കാരണം ഇങ്ങനൊരു ചേച്ചി എനിക്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് പറയും അവർക്കൊക്കെ ഇങ്ങനൊരു ചേച്ചി ഇല്ലല്ലോ. അത് മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ആ ഒരു വിശുദ്ധിയിലേക്ക് വളരാൻ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് സാന്ത്വന കമ്മ്യൂണിറ്റിയുടെ ലീഡർ ഷൈനി എൻ്റെ സ്റ്റുഡൻ്റാണ്. ഇവിടെ ഹൈക്കോർട്ടിലെ വക്കീലായിരുന്നു. എല്ലാം കളഞ്ഞിപ്പോൾ മിഷൻ പ്രവർത്തനങ്ങളാണ്. ഷൈനിക്ക് 5 മക്കളുണ്ട്.
അവർ 5 പേരും ഞാൻ ഈ അടുത്ത നാളുകളിലൊക്കെ എല്ലാ കൊല്ലവും 10 ദിവസം അവരുടെ കൂടെ നിൽക്കാറുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ ജീവിതവും പെരുമാറ്റവും ഒക്കെ അപ്പം അവരെപ്പോഴും പറയും, എന്നെ ആലീസ് അമ്മൂമ്മ എന്നാണ് അവർ വിളിക്കുന്നത്. ആലീസ് അമ്മൂമ്മ എപ്പോഴും ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ട് പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനമാണ്. അപ്പം ഒരിക്കലും അവർ പറയുമായിരുന്നു, ഇളയ ഡാനിയേൽ എന്താ പറയും, ചേട്ടായി എന്നെ തല്ലി, അതായത് ചേട്ടൻ തല്ലിയ കാര്യമൊക്കെ പറഞ്ഞ് അമ്മയുടെ അടുക്ക വന്ന് കരഞ്ഞ് വിളിച്ച് പറഞ്ഞെല്ലാം കഴിഞ്ഞു. ഷൈനി അതെല്ലാം ക്ഷമാപൂർവ്വം കേട്ടെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അവന് നല്ല ശിക്ഷ കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ആളുടെ ആ ഭാവം മാറി. അപ്പം എന്ത് ശിക്ഷയാണ് ഇനി മേലാൽ ഒരിക്കലും ഇതുപോലെ ചെയ്യാതിരിക്കാൻ പറ്റിയ എന്ത് ശിക്ഷയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? അവൻ കുറച്ച് നേരം ആലോചിച്ചിട്ടൊന്നും കിട്ടിയില്ലാത്രേ. അത് കഴിഞ്ഞപ്പം അമ്മ പറ, അപ്പം മോൻ്റെ കാര്യം ചെയ്യേ, അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അങ്ങ് കൊടുക്കുക. നല്ല ശിക്ഷ. ഇവരത് കേട്ട പാടെ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. ശരി, ഞാനവർക്ക് ഈ കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ, അപ്പം ഞാനോർത്ത് മദർ തെരേസയും കൊച്ചിരസ ഉണ്ണിതൊക്കെ പറഞ്ഞ ഒരു കാര്യം അവർ രണ്ടുപേരും പറഞ്ഞതുകൊണ്ട്, അതായത് നമ്മളൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊക്കെ പറ്റിയെന്ന് വരില്ല, പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റുമല്ലോ. അങ്ങനെ വിശുദ്ധനാവും. അങ്ങനെ എല്ലാ വിശുദ്ധരും പറയുന്ന വിശുദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹിക്കുക, ഈശോയെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. ഇതിൽ കൂടുതൽ വിശുദ്ധരാവാനുള്ള വേറൊരു പ്രത്യേകിച്ച് ഒരു കാര്യമില്ലല്ലോ. ഞാനൊരു കുഞ്ഞു സംഭവം ഓർക്കുന്നുണ്ട്. ഞാനിങ്ങനെ അച്ഛനാവാനുള്ള തയ്യാറെടുപ്പൊക്കെ അടുത്ത് ഏകദേശം 3 വർഷം കൂടെ ഉള്ളൂ. ഞാൻ പഠിക്കാൻ വേണ്ടി നോർത്ത് ഈസ്റ്റിന് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അച്ഛൻ ഞങ്ങളെ വ്യക്തിപരമായിട്ട് കാണാൻ വേണ്ടി വന്നു. അവിടുത്തെ പ്രൊവിൻഷ്യൽ അച്ഛനാണ്. അച്ഛൻ പറഞ്ഞു, ജെറിൻ വെനീസ് ഓർഡിനേഷൻ. ഞാൻ പറഞ്ഞു, ഞാൻ മിക്കവാറും അച്ഛനാവുന്ന 2014 ഡിസംബർ 27 ആയിരിക്കും, സാധാരണ ദിവസങ്ങളിലൊക്കെ പട്ടമൊക്കെ നടക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ജെറിൻ യു വോണ്ട് ബിക്കം എ പ്രീസ്റ്റ് ബൈ 2014. ഇറ്റ്സ് എ ബിക്കമിങ് പ്രോസസ്. ഒരിക്കലും നീ 2014 ഡിസംബറിൽ നീ അച്ഛനാവാൻ പോകുന്നില്ല. ഇത് നീ ഓരോ ദിവസവും ആയിത്തീരേണ്ട കാര്യമാണ്. എനിക്ക് ഇത് തന്നെയാണ് വിശുദ്ധരാവുക എന്നുള്ളതും. നമ്മൾ ഇങ്ങനെ മരിച്ചു കഴിയുമ്പോൾ ഒരു ദിവസം സെയിൻ്റ് എന്നൊരു ബോർഡൊക്കെ മുമ്പിൽ വെച്ച് നമ്മളെ കൊണ്ട് ഇറക്കി വിടുത്തുന്നൊരു വിശുദ്ധര, അല്ലെങ്കിൽ ഒരു ദിവസം നൂലെ കെട്ടി ഇറക്കി വിട്ടൊരു നല്ല വിശുദ്ധര. എല്ലാ ദിവസവും ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട വളരെ പ്രാക്ടിക്കലായൊരു കാര്യമാണ് സഭയിൽ വിശുദ്ധരാവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമോ? അച്ഛനത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊരു വാചകം ഞാൻ വായിച്ചു വരട്ടെ. അതായത് ഇംഗ്ലീഷ്, എ സെയിൻറ്റ് ഈസ് എ റിപ്പൻഡൻറ്റ് സിന്നർ എന്ന്. അതായത് പാപം ചെയ്യാത്ത ആളല്ല, മറിച്ച് പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കുന്ന ആളാണ്. അതാണ് ഈ പാപി വിശുദ്ധരുടെ വ്യത്യാസം എന്ന് സഭാപിതാക്കന്മാർ പറയുന്നത്. പാപി എന്ന് പറയുന്നത് വീണെടുത്ത് തന്നെ കിടക്കുന്നവനും, വിശുദ്ധൻ എന്ന് പറയുന്നത് വീണെടുത്ത് എഴുന്നേറ്റ് നടക്കുന്നവനും. ഇത്ര വ്യത്യാസമുള്ളൂ പാപി വിശുദ്ധൻ തമ്മിൽ. 2 പേര് വീണിട്ടുണ്ട്. ഒരാൾ എഴുന്നേറ്റ് നടന്നു, ഒരാൾ പന്നിക്കുട്ടി കിടന്ന സുഖം പോലെ തിരിഞ്ഞും മറിഞ്ഞും ഇളകിയും പുളകിയൊക്കെ അവിടെ തന്നെ കടന്നുപോയി. മറ്റേ ആൾ എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചു. അപ്പോൾ നിങ്ങളിങ്ങനെ ഡെയിലി ജീവിതത്തിൽ സാക്രമെൻറ്റ്സിലൂടെ ആണേലും കുമ്പസാരത്തിലൂടെ ആണേലും അല്ല കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകളിലൂടെ ആണേലും ഒക്കെ വീട്ടിൽ വിശുദ്ധരാവാൻ ഒരു ശ്രമം നടത്തുന്നതിൻ്റെ അല്ല മക്കൾക്ക് ഇൻസ്പിറേഷൻ കൊടുക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഈ വിശുദ്ധിയിൽ അച്ഛനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്രമാത്രം ശ്രമിക്കുമ്പോഴും നമുക്ക് അതിനകത്ത് ഒരുപാട് വീഴ്ചകൾ നമുക്ക് വന്നു പോകുന്നുള്ളൊരു ഇതുണ്ട്. പ്രത്യേകിച്ച് മക്കളുടെ കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു അതിൽ അപ്പുറത്തേക്ക് അവർക്കൊരു ദൈവത്തിൻ്റെ സംരക്ഷണം വേണമെന്നൊരു ആഗ്രഹം നമുക്കുണ്ട്. നമ്മൾ അതുകൊണ്ട് ഈ കുട്ടികളെ ശീലിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വിശുദ്ധ കുരിശു വരച്ച് സംരക്ഷണം എടുത്തിട്ടാണ് എഴുന്നേൽക്കാറുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, വചനം മനസ്സിൽ നിറച്ചിട്ടേ മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ. എനിക്ക് നേരത്തെ ഒരു സമയം ഞാൻ ആദ്യം എഴുന്നേറ്റ് പത്രമാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ അത് മാറ്റി, ഞാൻ വചനം വായിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുള്ളൂ. അപ്പം ഞാൻ മക്കളോട് ഞാൻ അത് തന്നെ പറയാറുണ്ട്. അവർ കാണുന്നുണ്ട് ഇത്. അപ്പം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ. പിന്നെ നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ടാണെങ്കിലും ഞങ്ങൾ പിടിച്ച് സെൻറ്റ് മൈക്കിളിനെ മക്കൾക്കും കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥിച്ച് സെൻറ്റ് മൈക്കിളിൻ്റെ പ്രെയർ ചൊല്ലിയിട്ട് അവർ ഭവനത്തിൻ്റെ വെളിയിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ വിശുദ്ധിയിലേക്ക് പോകുവാനായിട്ട് ഇങ്ങനെ കുറച്ച് സംരക്ഷണങ്ങൾ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന്, ബാക്കി പല ദൈവമാണല്ലോ അവരെ നയിക്കുന്നത്. ഒരു കാര്യം ഓർമ്മ വന്നത് ഈ ഇടയ്ക്ക് നടന്ന ഒരു സംഭവമാണ്. ഞാൻ പഠിപ്പിക്കാൻ വൈകിട്ട് വന്നപ്പോൾ ബനിയൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കയ്യിൽ അപ്പടി പാട് 1, 2, 3, 4 ഇങ്ങനെ പാട് കിടക്കുകയാണ്. അപ്പോൾ ഇനി എന്താ സംഭവിച്ചതെന്ന് വെച്ചപ്പോൾ ആദ്യം ആശാനൊന്നും പറഞ്ഞില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ അത് ടീച്ചറെ നുള്ളിയതാണ്. പക്ഷെ എന്തിനാ മോനെ നുള്ളി? അപ്പോൾ അവൻ 10ൻ്റെ ടേബിൾ എഴുതിയപ്പോൾ ആസ് യൂഷ്വൽ. അപ്പോൾ ആശാൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വേദനയെക്കാട്ടിയും സങ്കടം വന്നു എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് എൻ്റെ മനസ്സിൽ ആദ്യം ഒത്തിരി ദേഷ്യം വന്നു, സങ്കടം വന്നു, സ്കൂളിൽ വിടണോ വിടണ്ട, ഇങ്ങനെ വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നു, ഇങ്ങനെ ആകെ പ്രശ്നമാണ്. അത് കഴിഞ്ഞ് കിടക്കാൻ പോയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ടീച്ചറിന് ഈശോയുടെ സ്നേഹം വേണം, അപ്പോൾ ഈശോയ്ക്ക് ടീച്ചറിൻ്റെ മോനെ സ്നേഹിക്കാൻ പറ്റും. ടീച്ചറിൻ്റെ മനസ്സിൽ ഈശോയുടെ സ്നേഹം നിറയ്ക്കാൻ വേണ്ടിയിട്ട് മോനൊന്ന് പ്രാർത്ഥിച്ചെന്ന്. അവൻ ആദ്യം ഒന്ന് കുറുകിയെങ്കിലും
നന്മ നിറഞ്ഞ മറിയമ്മേ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ചൊല്ലിയിട്ടാണ് മൈക്കിൾ അന്ന് രാത്രി കിടന്നുറങ്ങിയത്. അത് കിടന്നുറങ്ങിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അതിന് പറഞ്ഞു, കൊച്ചിനെ പ്രാർത്ഥിപ്പിച്ചേക്കുന്നു, ടീച്ചറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിപ്പിച്ചേക്കുന്നു, പോയി സ്കൂളിൽ പോയി 2 പറയാനുള്ളത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയില്ല. ഇതൊക്കെയാണ് വിശുദ്ധി. ഒരു കുഞ്ഞു കുഞ്ഞ് പ്രവൃത്തികളും കൊച്ചു കൊച്ചു മൈക്കിളെ ഇപ്പോൾ ഒരുപാട് വിശുദ്ധനാണ് കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണം കേട്ടോ കട്ടിക്ക്. ഞാൻ അടുത്തിടെ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരനായ യുവാവ് ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിക്കാരനാണ്. ഒത്തിരി പ്രാർത്ഥനയൊക്കെ വളർന്നൊരു യുവാവാണ്. അപ്പോൾ യുവാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ യുവാവിൻ്റെ വിശുദ്ധി എല്ലാവരും അറിയുന്നത് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് നിന്നൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ആ ഒരു ഡയറി കുറിപ്പിൻ്റെ ഒരു അവസാനത്തെ വാചകങ്ങളാണ്. എങ്ങനെ വിശുദ്ധരാവാം? 3 കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊക്കെ ആകാംക്ഷയായി, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എങ്ങനെയൊന്ന് വിശുദ്ധരാവണം, സ്വർഗ്ഗത്തിൽ പോകണമെന്നൊക്കെ. ഒന്നാമത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. സ്റ്റെപ്പ് നമ്പർ 1 ഈശോയെ സ്നേഹിക്കുക. അപ്പോൾ വളരെ ഈസി കാര്യം. സ്റ്റെപ്പ് നമ്പർ 2 ഈശോയെ കൂടുതൽ സ്നേഹിക്കുക. സ്റ്റെപ്പ് നമ്പർ 3 ഈശോയെ ഒത്തിരി സ്നേഹിക്കുക. എത്രയുള്ള വിശുദ്ധി! വളരെ ഈസി ആയിട്ടാണ് ഈ യുവാവ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ ഈ കുഞ്ഞു സ്നേഹപ്രവൃത്തികളും കൊച്ചു കൊച്ചു ത്യാഗങ്ങളൊക്കെ മാത്രമേ വിശുദ്ധി ജീവിക്കാനായിട്ട് നമ്മൾ ഒത്തിരി അധികം സഹായിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ആൻറ്റിയിലേക്കും തിരിച്ചു വരാം. ആൻറ്റിയുടെ അനുഭവത്തിനൊരു കാര്യം പറഞ്ഞു തരണം കേട്ടോ. ആൻറ്റി വിശുദ്ധരാവാൻ ആൻറ്റി എടുത്ത ഒത്തിരി എഫേർട്ടുകളോ അല്ലെങ്കിൽ പ്രയത്നങ്ങളോ അല്ലെങ്കിൽ ഒത്തിരി കഠിനമായ പണ്ടൊക്കെ വിശുദ്ധരാവാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സന്യാസിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട്. ആൾക്കാർ ഭൂമിയൊക്കെ വിട്ടിട്ട് ലോകമൊക്കെ വിട്ട് ഇറങ്ങി ഓടിപ്പോവും, മരുഭൂമി പോയി ജീവിക്കും. അല്ലെ പണ്ട് തൂണിമേ ശിവനെ പറ്റി കേട്ടിട്ടില്ലേ? തൂണെ 40 വർഷം കയറിയിരുന്നു, ഭൂമിയിലിരുന്ന പാപം ചെയ്ത് വിചാരിച്ചിട്ട്. അല്ലെ പെണ്ണുങ്ങൾ നോക്കിയ പാപം ചെയ്ത് വെച്ചിട്ട് കണ്ണുപൊത്തി നടന്ന് ഇടിച്ചു മരിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ വ്യത്യസ്തരായ വിശുദ്ധി പ്രാക്ടീസ് ശ്രമിച്ച ആൾക്കാരുണ്ട്. ലോകത്ത് നിന്ന് ഓടിപ്പോയി. നമ്മൾ ലോകത്തിൽ തന്നെ ജീവിച്ച് എങ്ങനെ വിശുദ്ധരാവാം, എങ്ങനെ എന്ത് എഫേർട്ട് എടുക്കാം ആൻറ്റി ഒന്ന് അനുസരിച്ചൊന്ന് പറഞ്ഞു തരാമോ? എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാനിങ്ങനെ കുറേ ഈ 7 പ്രസിദ്ധീകരണങ്ങളും പിന്നെ കിട്ടുന്ന വിശുദ്ധരുടെ ജീവചരിത്രങ്ങളും ഇങ്ങനെ കുറേ വായിക്കുമായിരുന്നു. അപ്പം അന്ന് ഡോൺ ബോസ്കോ ഒക്കെ എൻ്റെയും ഒരു ഫേവറേറ്റ് സെയിൻ്റാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് അതുപോലെ തന്നെ വിശുദ്ധരാണ്. അപ്പം പറമ്പ് ഞങ്ങൾക്ക് കുറച്ച് മലബാറായതുകൊണ്ട് കുറച്ച് സ്ഥലമുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ആരും കാണാതെ പറമ്പിലൊക്കെ പോയി അവിടെ ചെന്ന് പോയി മുട്ട നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആ മണ്ണിൽ നിന്ന് മുട്ട നിന്നുകൊണ്ടൊക്കെയുള്ള പ്രാർത്ഥനയും ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലുള്ളതുപോലെ അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വളരെ നോർമലായിട്ട് ഓർഡിനറി സാധാരണ അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങനെയുള്ളതൊന്നും എനിക്ക് വേണ്ട. അന്നേ ദൈവാനുഗ്രഹത്താൽ ഇതുവരെ അങ്ങനെയുള്ള യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് വളരെ ഓർഡിനറി, വളരെ ഇതായിട്ട്. അതേസമയത്ത് ഈ എനിക്ക് ചെറുപ്പം മുതൽ തന്നെ ഒത്തിരി സഹായ സാഹചര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സ്പിരിച്വൽ ഗൈഡൻസ് ഞാൻ ഈ ചെറുപ്പം മുതലേ നടത്തിപ്പോകാൻ ആഗ്രഹിച്ചത് കാരണം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴും TTC കഴിഞ്ഞപ്പോഴും ഒക്കെ ദൈവവിളി ധ്യാനത്തിന് പോയി കൂടുകയും ദൈവവിളി ധ്യാനത്തിന് പോയി കൂടി. അപ്പോൾ അന്ന് എനിക്ക് പിടികിട്ടിയിട്ടുണ്ട് ആത്മീയ സ്പിരിച്വൽ ഗൈഡൻസും പിന്നെ ഈ കൂതാശികളുമൊക്കെയാണ് അതിന് ഏറ്റവും സഹായം. എല്ലാ ആഴ്ചയും കുമ്പസാരിക്കുകയും. അപ്പം അന്നൊക്കെ സ്പിരിച്വൽ ഗൈഡൻസ് ഒന്നും മലബാറിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പം വികാരിയച്ഛൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും എല്ലാം ഷെയർ ചെയ്യുകയും പിന്നെ പ്രാർത്ഥന, ഉപവാസം, ആശയടക്കങ്ങൾ, സുഹൃദേവം ഇങ്ങനെ പിന്നെ ഈ മിഷൻ ലീഗിലെ അംഗത്വവും അതൊക്കെ കൊണ്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ ചെയ്യും. പിന്നെ കുറേ ഇങ്ങനെ ആശയടക്കങ്ങളൊക്കെ ആരും അറിയാതൊക്കെയുള്ള നമ്മൾ ചെയ്യുന്ന പുണ്യം മറ്റാരും അറിയിക്കാതെ വെച്ച് വളരെ നോർമലായിട്ട് ഓർഡിനറി ആയിട്ട് അങ്ങ് പോകാനുള്ള സാഹചര്യങ്ങളും പിന്നെ വളർന്ന് ഇപ്പം വന്നപ്പോൾ എല്ലാം വളരെ ഓർഡിനറിയാ, ഒന്നിലും എക്സ്ട്രാ ഓർഡിനറി ഒന്നുമില്ല. എനിക്ക് പിന്നെ എന്നും ഈ സ്പിരിച്വൽ ഗൈഡൻസ് ബെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു വിശുദ്ധരാവാനായിട്ട് പ്രത്യേകിച്ച് പാപം ചെയ്യാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉള്ള നല്ലൊരു പ്രധാനപ്പെട്ട തുടർച്ചയായിട്ട് കുമ്പസാരിക്കുക. ഇത്ര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ളൂ വിശുദ്ധരാവാനായിട്ട്. അസീസിലെ ഫ്രാൻസിസ് ആദ്യം വിചാരിച്ചു വിശുദ്ധരാവണമെങ്കിൽ രക്തസാക്ഷി ആവണമെന്ന്. അങ്ങനെയാണ് മൂറന്മാരുടെ ഇടയിൽ ഓടിപ്പോയി രക്തസാക്ഷിയാവാൻ ശ്രമിച്ചത്. അവർ പോലും കൊല്ലാതെ വെറുതെ വിട്ടു. പിന്നീടാണ് ഫ്രാൻസിസിന് മനസ്സിലാവുന്നത് അതൊന്നും നല്ല കാര്യം, ഈശോടൊപ്പം തമാശയെ കാണിച്ചങ്ങ് നടക്കുക, ആൾക്കാരെയൊക്കെ സ്നേഹിക്കുക, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം ചെയ്ത് വിശുദ്ധനായ ആളാണല്ലോ. പക്ഷികളോടും മൃഗങ്ങളോടൊക്കെ സംസാരിച്ചും സാധാരണക്കാരെ തടവിയും സ്നേഹിച്ചുമൊക്കെ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഈ ന്യൂ ഇയർ ദിനത്തിൽ നമുക്കുള്ള ഏറ്റവും നല്ല സന്ദേശം അതാ, വിശുദ്ധരാവുക. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ഏതവസ്ഥയിലായിരുന്നാലും ആ ആയിരിക്കുന്ന അവസ്ഥയിൽ വിശുദ്ധരാവുക. നമുക്ക് പറ്റാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തും കൊച്ചു കൊച്ചു നന്മ പ്രവൃത്തികളും ചെയ്ത് നമ്മളാൽ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കത്തോലിക്ക സഭയിൽ നമുക്ക് എല്ലാവർക്കും വിശുദ്ധരാവാം. എല്ലാവർക്കും അതിനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അച്ഛനായാലോ സിസ്റ്ററായാലോ അൽമായനായാലോ ഏത് ജോലിക്കാരനാണോ അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ വിശ്വസ്തത കാണിച്ച് കർത്താവിൻ്റെ ഒപ്പം കർത്താവിൻ്റെ സ്നേഹം പങ്കിട്ട് പോകുക എന്ന് മാത്രമേ ഉള്ളൂ വിശുദ്ധിക്കുള്ള ഏക വഴി. ഈശോയെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. ഒരു വിശുദ്ധിയുടെ കുടുംബം അവതരിപ്പിച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം.
ഈയിടെ അടുത്തിടെയാണല്ലോ പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ കൊച്ചുലേസ്യ പുണ്യരുടെ അപ്പനെ അമ്മനെ വിശുദ്ധരാക്കിയത്. അപ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ മനസ്സിലായത് കുടുംബത്തിലെല്ലാവർക്കും വിശുദ്ധരാവാന്ന്. നമ്മുടെ വീട്ടിലെല്ലാവർക്കും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വിശുദ്ധരാവാന്നുള്ള ഉറപ്പുണ്ട്. ഈശോയെ സ്നേഹിക്കുക, നിർമ്മലതയോടെ ജീവിക്കുക, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സഭ പഠിപ്പിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുരിശ് വരയ്ക്കുന്നത് തൊട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തിരുവചനം വായിച്ചും തിരുവചനം ധ്യാനിച്ചും പോവുക. വിശുദ്ധരുടെ സംരക്ഷണം, പ്രത്യേകിച്ച് നമ്മുടെ പേരിൻ്റെ കാരണക്കാരായ വിശുദ്ധരുടെ സംരക്ഷണം ആവശ്യപ്പെടുക, നമ്മുടെ കാവൽമാലകളുടെ സംരക്ഷണം ആവശ്യപ്പെടുക. എല്ലാ കാര്യങ്ങൾക്കും മുമ്പ് കുഞ്ഞൊരു പ്രാർത്ഥനയുടെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കളിക്കുന്നതിന് മുമ്പും യാത്ര ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥനയിലായിരിക്കുക. പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് സഹായിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് പരമ്പരാഗതമായിട്ട് നമ്മൾ ചെല്ലുന്ന കുഞ്ഞു പ്രാർത്ഥന ഉണ്ടല്ലോ, യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോ എന്ന പ്രാർത്ഥന ചൊല്ലി കുരിശ് വരച്ച് ആഘോഷമായിട്ട് കടന്നുറങ്ങുക. ഇതാണ് വിശുദ്ധി. ഇത്ര കുഞ്ഞു കാര്യമാണ് വിശുദ്ധി. എല്ലാവർക്കും വിശുദ്ധരാവാം. അപ്പോൾ ഈ ന്യൂ ഇയർ ദിനത്തിൽ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്വപ്നം അതാണ്. ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആകാശപ്പുറമുള്ള ആശ്രമത്തെ സഹായിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഷാജി എന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്പൻ എന്ന് പറയുന്നത്. ഷാജിയപ്പൻ എപ്പോഴും നമ്മളെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചു എൻ്റെ വിശുദ്ധനായ ജെറുംബ്രദറേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമായിരുന്നു. ഞാൻ ഈ പിടിക്ക് നാണയില്ലേ, ഞാൻ പരസ്യമായിട്ടൊക്കെ ഈ പാവിയ എൻ്റെ വിശുദ്ധനായ ജെറുംബ്രദറെ എന്ന് വിളിക്കുക. കുറച്ച് കഴിയുമ്പോൾ അപ്ലോഡിൽ പോകുന്ന വേറൊരാളെ വിളി കെട്ടിപ്പിടിച്ചിരിക്കും എൻ്റെ വിശുദ്ധനായ സഹോദരൻ എന്ന് എല്ലാവരും കെട്ടിപ്പിടിക്കും. എല്ലാവരും വിശുദ്ധരാണ്. ഇതന്നല്ലേ പൗലോസ്യം കാണിച്ചു തരുന്ന വിശുദ്ധ കൊറിന്ത്യരെ, വിശുദ്ധ തെസ്സലോനിക്കക്കാരെ, വിശുദ്ധനായ തിമോത്തിയോസെ, വിശുദ്ധനായ ലൂക്കായെ കാണുന്ന എല്ലാവരും വിശുദ്ധ ഓർപ്പിക്കുകയാണ്. ഇത് നമുക്കും വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. വീട്ടിലുള്ള എല്ലാവരൊക്കെ പേര് വിളിച്ചേക്ക് വിശുദ്ധ എന്നൊക്കെ അഭിസംബോധന ചെയ്യണം, സ്വന്തമായിട്ട് വിളിക്കണം. അപ്പോൾ ഒടുക്കം നമുക്കും സ്വർഗത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര മനോഹര പരിപാടി. സ്വർഗത്തിൽ ചാവറപ്പിതാവിൻ്റെയും അൽഫോൺസാമ്മയുടെയും കൊച്ചു ത്രേസ്യയുടെ കരിക്ക് നമ്മളൊക്കെ പോയിരുന്നു ഈശോനൊക്കെ നോക്കി കയ്യൊക്കെ അടിച്ച് ഹല്ലേലൂയ പാടിക്കുന്ന ഒരു ദിവസം. നിനക്ക് വേണ്ടിയല്ലേ നമ്മൾ ഈ ഭൂമിയിൽ സകല ജിംനാസ്റ്റിക്സും കാണിക്കുന്നത്. ആ വലിയ സ്വപ്നം ഒരിക്കൽ കൂടി പൊടിതെറ്റിയെടുക്കാനുള്ള ഒരു ദിവസമായിരിക്കട്ടെ ഈ ന്യൂ ഇയർ ദിനം. ഒന്ന് വീട്ടിലേക്ക് എഴുതി വെച്ചേക്കണം കേട്ടോ, നിങ്ങളുടെ പേര് വിശുദ്ധരെയൊക്കെ കൂട്ടി. കാരണം നമ്മളെയൊക്കെ ഇനി ഓരോ വർഷം ഈ വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ സ്വപ്നം പലപ്പോഴും കാണുമ്പോൾ ഒന്ന് ആലോചിക്കണമല്ലോ, ഒന്ന് കണ്ടു തുടങ്ങിയാന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു നല്ല സ്വപ്നം പരസ്പരം പറഞ്ഞും പ്രോത്സാഹിപ്പിച്ചും ഈ ഒരു വർഷം മുമ്പോട്ട് പോകാം. ഈശോയെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക, വിശുദ്ധമായ കുടുംബങ്ങളായി തീരുക. നമുക്ക് ഒന്ന് ചേർന്ന് കുടുംബം ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം പരസ്പരം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി. ഒന്ന് സാധിക്കുമെങ്കിൽ കുടുംബങ്ങളെല്ലാവരും ഒന്ന് പരസ്പരം കൈയൊക്കെ ചേർത്ത് പിടിച്ച് ഒരു കുടുംബമായിട്ട് കർത്താവിന് മുമ്പിൽ നിൽക്കട്ടെ. ഈശോയെ, നിൻ്റെ മുമ്പിൽ ഒരേ ഹൃദയത്തോടെ ഞങ്ങൾ ഈ പ്രാർത്ഥന ഉയർത്തുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും. എല്ലാം വിശുദ്ധമായ കാര്യങ്ങളാണല്ലോ. അത് വിശുദ്ധിയോടും വിശ്വസ്തയോടും ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ. പൗലോസ്ലീഹ ഞങ്ങൾ വിളിച്ചോർപ്പിക്കുന്ന പോലെ ഞങ്ങൾ വിശുദ്ധരാണ്, വിശുദ്ധരുടെ സഹപൗരന്മാരാണ്. ആ ബോധ്യത്തോടെ ജീവിക്കാൻ, എല്ലാ നേരവും വിശ്വസ്തയോടെ ജീവിക്കാൻ, ഞങ്ങളുടെ ജീവിത വിളി വിശ്വസ്തയോടെ പൂർത്തീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഒന്ന് പ്രാർത്ഥിക്കട്ടെ. മക്കൾ വിശുദ്ധീകരിക്കപ്പെടാൻ, യുവജനങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ, അപ്പന്മാരും അമ്മമാരും വിശുദ്ധമായ മാതൃകകൾ ജീവിക്കാൻ, പ്രായമായവർ ഒരുങ്ങി വിശുദ്ധിയോടെ സ്വർഗം പ്രാപിക്കാൻ. പ്രത്യേകിച്ച് ഈ ഒരു നിമിഷം നമുക്ക് അനുദപിക്കാത്ത പാപികളെ ഓർത്ത് തമ്പുരാന് മുമ്പിൽ പ്രാർത്ഥിക്കാം. തമ്പുരാനെ, എല്ലാവരും സ്വർഗത്തിൽ വരാൻ കൃപ കൊടുക്കണമേ. ഈ കുമ്പസാരക്കൂട്ടിലൊക്കെ വർഷങ്ങളായിട്ട് പോകാതിരിക്കുന്നവർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് ഒന്ന് ചേർന്ന് ന്യൂ ഇയർ ദിനത്തിൽ പ്രാർത്ഥിക്കാം. അവരെല്ലാവരും ദൈവാത്മാവ് നയിച്ച് അനുതാപം കൊടുത്ത് അവരെ നയിക്ക് സ്വർഗത്തിലേക്ക്, അവരെ കുമ്പസാരക്കൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോട്ടെ. പ്രത്യേകിച്ച് വിശുദ്ധിയിൽ വരാൻ ആഗ്രഹിച്ചിട്ട് തകർച്ച അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ജഡികാസക്തിയുടെ മേഖലകളിലൊക്കെ തകർച്ച അനുഭവപ്പെടുന്ന ഒത്തിരി പാപഭാരം പേറുന്ന കുറ്റബോധം പേറുന്നവരുണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവിൻ്റെ ആത്മാവ് അവരെ സ്പർശിക്കട്ടെ. വിശുദ്ധി ജീവിക്കാനുള്ള അവരുടെ ആഗ്രഹവും സ്വപ്നവും സ്വർഗത്തിൽ നിന്ന് ശക്തി ഇറങ്ങി അവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, മക്കളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആ ചുങ്കക്കാരനെ പോലെ ഞങ്ങളും മാറത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പാപിയാണ്, ഞങ്ങൾ കരുണയായിരിക്കണമേ. ഞങ്ങളെ വിശുദ്ധിയിൽ വളരാനായിട്ട് സഹായിക്കണമേ. സ്വർഗത്തെ സ്വപ്നം കാണാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് തല കുമ്പിട്ട് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സ്വർഗം മുഴുവൻ്റെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വിശുദ്ധകൾക്കും ഒരു നല്ല ഹാപ്പി ന്യൂ ഇയർ.